എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. 21-ാം തീയതി, അതായത് മാർച്ച് 21-ാം തീയതി വെള്ളിയാഴ്ചയുള്ള പരീക്ഷ എന്ന് പറയുന്നത് ഊർജ്ജതന്ത്രമാണ്, അതായത് ഫിസിക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് വിദ്യാർത്ഥികൾക്കുള്ള ഫിസിക്സിൻ്റെ പരീക്ഷ ഉള്ളത്. അതായത് 1.5 മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക. വിദ്യാർത്ഥികൾ രാവിലെ 9 മണിക്ക് തന്നെ സ്കൂളുകളിൽ എത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടാൻ സാധ്യത കൂടിയ ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് മിനിമം ഒരു A+ എങ്കിലും കിട്ടാനുള്ള സാധ്യതയുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ കുറച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A+ തന്നെ നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ഊർജ്ജതന്ത്രം അല്ലെങ്കിൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് അതായത് മാർച്ച് 21-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ. അപ്പോൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് 40-ൽ നിങ്ങൾ 35 മാർക്ക് അല്ലെങ്കിൽ 30 മുതൽ 35 മാർക്കിനിടയിലൊക്കെ ആയിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 35-നും 40 മാർക്കിനും ഇടയിലായിട്ട് നിങ്ങൾ മാർക്ക് വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംശയമായിരുന്നു സ്ക്രൈബ് വിദ്യാർത്ഥികൾ. ആ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതി, സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് പറയാം. സ്ക്രൈബ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കാതെ വരുന്ന, അതായത് വല്ല വൈകല്യമൊക്കെയുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പരീക്ഷ സ്വന്തമായിട്ട് എഴുതാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സഹായിയെ ഏൽപ്പിക്കുകയും ആ ഒരു സഹായി നിങ്ങൾക്ക് പരീക്ഷ എഴുതി തരികയും ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിലെ തന്നെ ഏകദേശം 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വിദ്യാർത്ഥികളുടെ സഹായത്തോടെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം, അതായത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ, അതായത് സഹായത്തിനായിട്ട് അങ്ങനെ ഏൽപ്പിക്കുന്ന സഹായിയാണ് സ്ക്രൈബ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രൈബിൻ്റെ സഹായത്തോടെ SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ജയിക്കാനായിട്ട് സാധാരണ വേണ്ട മാർക്ക് പോലെ തന്നെ, അതായത് എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ട സെയിം മാർക്ക് തന്നെയാണ് വേണ്ടത്. അതായത് ഓരോ വിഷയത്തിലും 30% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ 30% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അതോടൊപ്പം തന്നെ 20 മാർക്ക് CE ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 20 മാർക്ക് ഫുൾ CE കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 10 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അതായത് D+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതായിരിക്കും. 30 എന്ന് പറയുമ്പോൾ D+ ആണ്. 20 മാർക്ക് CE മാർക്കും 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടുന്ന മാർക്കും, ടോട്ടൽ നോക്കുമ്പോൾ 30 മാർക്ക് D+ ഗ്രേഡാണ്. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ഉണ്ടാവും. 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 10 മാർക്ക് CE ഉണ്ടാവും. ടോട്ടൽ 50-ലാണ് മാർക്ക് വരിക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 10 മാർക്ക് CE മാർക്ക് ഫുള്ള് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് ജയിക്കും. അതായത് D+ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കും. അപ്പോൾ നിങ്ങൾക്ക് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ ഒരു 5 മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ 80 മാർക്കിൻ്റെ പരീക്ഷയിൽ നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രൈബിൻ്റെ ആ ഒരു സഹായത്തോടെ പരീക്ഷ ചെയ്ത വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ അതിലൊരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. അതായത് ഫുൾ CE കിട്ടുന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ 80 മാർക്കിൽ 20 CE ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു 19 മാർക്കേ CE കിട്ടുന്നുള്ളൂവെങ്കിൽ 11 മാർക്ക് നിങ്ങൾ നേടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 40 മാർക്കിൻ്റേതിൽ 10 മാർക്ക് CE ഉണ്ട്. അതിൽ നിങ്ങൾക്ക് 9 മാർക്ക് CE കിട്ടുന്നുള്ളൂവെങ്കിൽ 6 മാർക്ക് നിങ്ങൾക്ക് പരീക്ഷയിൽ കിട്ടിയിട്ടുണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ജയിക്കുക. അതായത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഫുൾ CE മാർക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 മാർക്ക് 80-ലും അതുപോലെ 5 മാർക്ക് 40 മാർക്കിൻ്റെ വിഷയത്തിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജയിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളൊട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്ക്രൈബിൻ്റെ സഹായത്തോടെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളൊക്കെ ജയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇനിയുള്ള പരീക്ഷയ്ക്ക്, അതായത് ഊർജ്ജതന്ത്രമാണ് വെള്ളിയാഴ്ച, അതായത് ഫിസിക്സ് പരീക്ഷയാണ്. അപ്പോൾ നന്നായിട്ട് പഠിച്ച് പോയിട്ട് പരീക്ഷ എഴുതുക. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു A ഗ്രേഡെങ്കിലും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.